മൈൻക്രാഫ്റ്റ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നവർ നേരിടുന്ന ഒരു പ്രശ്നമാണ് വേൾഡ് കയ്യിൽ നിന്ന് പോകാമെന്ന് വെച്ചാൽ. അതായത് അപ്ഡേറ്റ് എന്ന് കാണിക്കുന്ന സിസ്റ്റം ഒന്നും മൈൻക്രാഫ്റ്റ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ ഉണ്ടാവില്ല. അതിനുള്ളൊരു സൊല്യൂഷനാണ് വേൾഡ് ബാക്കപ്പ്. ഈ വീഡിയോയിൽ ഞാൻ ഇങ്ങനത്തെ 2 ടെക്നിക്ക് പറഞ്ഞുതരാം. ഒന്ന് ഒരു പാക്കാണ്, രണ്ടാമത്തത് ഫയൽ കംപ്രസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ട് കിടക്കാം. അത് ഞങ്ങൾ സെറ്റിങ്സിൽ പോവാം. ഗ്ലോബൽ റിസോഴ്സസിൽ വന്നിട്ട് നമുക്ക് മൈൻക്രാഫ്റ്റിലേക്ക് ആദ്യം എങ്ങനെയാണ് ആ പാക്ക് ഇടേണ്ടതെന്ന് നോക്കാം. ആദ്യം നിങ്ങൾ ഡൗൺലോഡ്സ് ഫോൾഡർ ഫൈൻഡ് ചെയ്യുക. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുക. നിങ്ങളുടെ പാക്ക് ഫൗണ്ട് ചെയ്യുക. ഇതവിടെ വേൾഡ് എക്സ്പോർട്ട് എനേബിളർ എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അതിലൊരു ക്ലിക്ക് കൊടുക്കുക. വ്യൂവിൻ്റെ നേരെയുള്ള ഈ ഒരു ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് മൈൻക്രാഫ്റ്റ് കൂടിയാണ് ലോൺ ചെയ്യുന്നത് അതിൽ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് വൺസ് ഓൾവേസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ മൈൻക്രാഫ്റ്റിലേക്ക് പോകും. അവിടെ ഇമ്പോർട്ട് സ്റ്റാർട്ടഡ് എന്ന് കാണിക്കുന്നത് നിങ്ങളിൽ സക്സസ്ഫുള്ളി ഇമ്പോർട്ടഡ് എന്ന് കാണിക്കും. എൻ്റെ കയ്യിൽ ഓൾറെഡി ആ പാക്കുള്ളതുകൊണ്ടാണ് ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ ഡിറ്റക്റ്റ് എന്ന് കാണിച്ചത്. അത് അവിടെ വേൾഡ് എക്സ്പോർട്ട് എനേബിളർ എന്ന് പറഞ്ഞ് കാണിക്കും. അതിൻ്റെ ആക്റ്റീവ് കൊടുക്കുക. ഇതെല്ലാം ശരിയാണ്. എന്നിട്ട് പോവാം. നിങ്ങൾ ഒരിക്കലും ഇത് റിസോഴ്സ് പാക്സിൽ ഇടാൻ പാടില്ല. ഇതിവിടെ ഇട്ടൊരു വർക്കാവും. അപ്ലൈ കൊടുക്കാൻ നിങ്ങൾക്ക് ഏത് വേൾഡിനെയാണോ ബാക്കപ്പ് എടുക്കേണ്ടത് അവളുടെ എഡിറ്റിൻ്റെ ഇതിൽ പോവാം. ഇനി ഫസ്റ്റ് പാനലിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം എക്സ്പോർട്ടുകൾ, ഡ്യൂപ്ലിക്കേറ്റുകൾ. ഓക്കെ, അതിൽ എക്സ്പോർട്ട് വേൾഡ് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി എക്സ്പോർട്ട് വേൾഡ് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരെ ഇങ്ങോട്ട് വരും. ഞാൻ പറയുന്ന പുതിയൊരു ഫയൽ ഇതിനായിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതാ ഇവിടെ നിൽക്കിയാൽ കാണാൻ കഴിയും. പുതിയൊരു ഫയൽ തുടങ്ങാം. സേവ് കൊടുക്കുക. അപ്പോൾ നമ്മൾ തിരിച്ച് മൈൻക്രാഫ്റ്റിലേക്ക് ഇങ്ങനെ വരുന്നതായിരിക്കും. ഇനി വേൾഡ് എക്സ്പോർട്ട് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. ഇനി നിങ്ങൾക്ക് ഈ പാക്കിലൂടെ എടുത്ത വേൾഡ് ബാക്കപ്പ് എങ്ങനെ വേൾഡിലേക്ക് കൊടുക്കാമെന്ന് നോക്കാം. ആദ്യം വരിക. താഴേക്ക് ഞാൻ ഈ മൈൻക്രാഫ്റ്റ് വേൾഡ് എന്ന് പറഞ്ഞൊരു ഒരു ഫോൾഡറിലാണ് സേവ് ചെയ്തത്. അതിൽ പോവാം. അവിടെ ഡയറക്റ്റ് മൈ വേൾഡ് MC വേൾഡ് എന്നാണ്. അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ആരോ മാർക്കില്ലേ വ്യൂവിൻ്റെ നേരെയുള്ള ഈ ഒരു ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നേരെ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ മൈൻക്രാഫ്റ്റ് കണ്ടിരിക്കുക. എൻ്റെ MLP2 ആണ്. ജസ്റ്റ് വൺസ് ഓൾവേസ്. ഇത് നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് അങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം നിങ്ങൾ സെർച്ച് ഓപ്പൺ ചെയ്ത് ആൻഡ്രോയിഡിൽ പോവുക, ഡാറ്റയിൽ പോവുക, താഴേക്ക് സ്ക്രോൾ ചെയ്ത് com.mojang.p എന്ന് ഫയൽ കണ്ടിട്ട് ഇവിടെ 2 ഫയൽ വന്നിട്ടുണ്ട്. com.mojang.minecraft.p ഇതതിൻ്റെ കൂടെ എൻ്റെ MLP2 ഇതാണ് എൻ്റെ മൈൻക്രാഫ്റ്റ് പാച്ച്ഡ്. അത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആക്സസ് ഡെന്നീഡ് എന്ന് കാണിക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ ഫയൽ മാനേജറിൽ പോവുക. നിങ്ങളുടെ ഫോണിൻ്റെ ഫയൽസ് മാനേജർ പോയി ഡിവൈസ് സ്റ്റോറേജിൽ വരിക. അവിടെ സ്ക്രോൾ ചെയ്ത് ആൻഡ്രോയിഡിൽ പോവുക, ഡാറ്റയിലേക്ക് വരിക. ഇവിടെ ആക്സസ് ഡെന്നീഡ് എനിക്ക് ഇവിടെ നമുക്ക് വ്യൂ കൊടുക്കാം. അതിനുശേഷം ഇങ്ങനത്തെ ഒരു ഫയലിൽ ആൻഡ്രോയിഡിൽ പോവുക, ഡാറ്റയിൽ പോവുക, താഴേക്ക് സ്ക്രോൾ ചെയ്ത് നമ്മുടെ
com.mojang.minecraft.p കണ്ടുപിടിക്കുക. അവിടെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. നിൽക്കാം. ഓക്കെ, മൈൻക്രാഫ്റ്റ് വേൾഡ് എന്നുള്ളതിൽ വരിക. ഇതിനകത്ത് നിങ്ങളുടെ വേൾഡിൻ്റെ ഇവിടെ വേൾഡ് ഐക്കൺ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങളുടെ വേൾഡ് ഫൈൻഡ് ചെയ്യുക. എന്നിട്ട് എല്ലാം അങ്ങ് സെലക്ട് ചെയ്യുക. ഈ വേൾഡിൻ്റെ അകത്തുള്ള അതിനുശേഷം കോപ്പി ഇട്ട് കൊടുക്കുക. ഡൗൺലോഡ്സ് മാറ്റി നിങ്ങളുടെ മൊബൈലിൽ വേറൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ആ വേൾഡിൻ്റെ എല്ലാ ഫയൽസും ആക്കിയിട്ട ഫയലിലേക്ക് കയറുക. ZArchive യൂസ് ചെയ്ത് കയറുക. ഇവിടെ 3 ഡോട്ട്സ് ചെയ്തിട്ട് അതെല്ലാം എടുത്ത് ക്ലിക്ക് ചെയ്ത് വിടുക. എന്നിട്ട് ഒരു ലോങ് പ്രസ് ചെയ്യുക. കംപ്രസ് എടുക്കുക. ഇവിടെ അർച്ചീവ് ഫോർമാറ്റ് എന്നുള്ളത് സിപ്പാക്കി കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ അവിടെ മൈൻക്രാഫ്റ്റ് വേൾഡ് .zip എന്ന് വരും. അതിനെ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് റീനെയിം കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിങ്ങളുടെ വേൾഡിൻ്റെ നെയിം അടിച്ചു കൊടുക്കുക. എന്നിട്ട് .zipന് പകരം .mcu വേൾഡ് എന്ന് കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. നമുക്ക് വ്യൂ കൊടുക്കുക. വ്യൂവിൻ്റെ അപ്പുറത്ത് നേരെയുള്ള ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ മൈൻക്രാഫ്റ്റ് ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ വേൾഡ് ഇമ്പോർട്ട് സക്സസ്ഫുള്ളി ഇട്ടുണ്ടെന്ന് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ വേൾഡ് ഇമ്പോർട്ട് സ്റ്റാർട്ടഡ്. ഇപ്പോൾ സക്സസ്ഫുള്ളി വരും. ഏകദേശം 2 ഇത് എൻ്റെ ഒറിജിനൽ. അതിന് മേളിൽ എത്രയാണ് നമ്മുടെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ കമൻറ്റ് ചെയ്യുക.